ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഉഷ ജനോം XLR DLX ഓട്ടോമാറ്റിക് സീവിംഗ് മെഷീൻ്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെ നമുക്ക് അതിൽ സ്റ്റിച്ചിങ് ഫംഗ്ഷൻസ് ഉണ്ട് ഇതിനെപ്പറ്റി നമുക്ക് നോക്കാം. ഇത് ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ നമുക്ക് കിട്ടും. ഇത് ഒരു ജാപ്പനീസ് ടെക്നോളജിയിൽ ബിൽഡ് ചെയ്തിട്ടുള്ള മെഷീനാണ്. 2 ഇയർ വാറണ്ടിയാണ് നമുക്ക് ഇതിനോട് കിട്ടുന്നത്. ഈ കാണിക്കുന്നത് അതിൻ്റെ കളർ കോഡഡ് ഫംഗ്ഷണൽ ഡിസ്പ്ലേ ആണ്. ഇവിടെ വെച്ചാൽ ഇത് നോക്കിയാൽ നമുക്ക് സെലക്ട് ചെയ്ത് ഏത് സ്റ്റിച്ചാണ് വേണ്ടതെന്ന് നോക്കേണ്ടത്. ഇവിടെ 2 ബട്ടൺ ഉണ്ട്. ഇത് സ്റ്റിച്ച് സെലക്ടറും രണ്ടാമത്തത് സ്റ്റിച്ച് ലെങ്ത് അഡ്ജസ്റ്റ്മെന്റിനുള്ളതാണ്. ഈ രണ്ടാമത്തത് സ്റ്റിച്ച് ലെങ്ത് അഡ്ജസ്റ്റ്മെന്റിൽ ഒരു യെല്ലോ കളർ മാർക്ക് ചെയ്തിരിക്കുന്നുണ്ടല്ലേ, ഇത് നമുക്ക് ഫംഗ്ഷൻ മാറ്റാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഇനി നമുക്ക് എങ്ങനെ ഒരു എക്സാമ്പിൾ പോലെ ഞാൻ എങ്ങനെ ചെയ്യുന്നത് കാണിക്കാം. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു യെല്ലോ മാർക്കറിൽ ചെയ്യുന്നത്. അപ്പോൾ താഴെ തന്നിരിക്കുന്നതാണ് അതിൻ്റെ സ്റ്റിച്ചസ് യെല്ലോ കളറിൽ, മേളിൽ ഉള്ളത് ബ്ലൂ കളറിൽ. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു മേളൊരു പോയിന്റ് ഉണ്ടല്ലേ, അവിടേക്ക് നമ്മൾ ഏതെങ്കിലും ഒരു ഇപ്പം ഈ വെക്കുന്നത് മഞ്ഞ, അതായത് യെല്ലോ ഫംഗ്ഷനാണ് ആക്കുന്നത്. അത് നേരെ വെച്ചു. എന്നിട്ട് നമ്മൾ ഇപ്പോഴത്തെ വേണം എന്താണ് സ്റ്റിച്ച് സെലക്ടറിൽ പോയിട്ട് സെലക്ട് ചെയ്യാം. ഞാൻ ഈ ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സെലക്ട് ചെയ്യുമ്പോൾ അപ്പോൾ എന്താണ് ഏത് സ്റ്റിച്ചാണ് വരുന്നത് നോക്കിയാൽ ഈയുടെ നേരെ താഴെ വരുന്ന യെല്ലോ സ്റ്റിച്ച് ആയിരിക്കും വരുന്നത്. താഴത്തെ ഇത് മാറ്റുമ്പോൾ ഫംഗ്ഷൻസ് മാറ്റുമ്പോൾ നീഡിൽ പൊക്കി വെച്ചിട്ട് ചെയ്യാവും, അല്ലെങ്കിൽ നീഡിൽ ഒടിഞ്ഞു പോകാം, മെഷീൻ കംപ്ലൈൻറ്റ് വരാം. പിന്നെ നമുക്ക് ഈ ത്രെഡ് ഇടാനുള്ള ഒരു ഐറ്റം ഒക്കെ അവിടെ തന്നിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് റിവേഴ്സ് ഫുട്ടാണ്. അതായത് നമുക്ക് സാധാരണ മെഷീൻ നമുക്ക് തിരിച്ചെടുക്കില്ല, ആവശ്യമില്ല. ഇവിടെ നമ്മൾ പ്രസ് ചെയ്താൽ തിരിഞ്ഞ് ബാക്കിലേക്ക് സ്റ്റിച്ച് ചെയ്തോളും. നമുക്ക് ഇതിന് ഒരു സെപ്പറേറ്റ് ഭാഗം ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഇതില്ലാതെ യൂസ് ചെയ്യാം. നമുക്ക് ഇതിങ്ങനെ ഇതെടുക്കുമ്പോൾ നമുക്ക് കുറേ ആക്സസറീസ് ഫ്രീ ആയിട്ട് കിട്ടുന്ന ആക്സസറീസ് ആണുള്ളത്. പലതരത്തിലുള്ള ഫുട്ടുണ്ട്. അതായത് 6 ഫുട്ടുണ്ട്, ബട്ടൺ ഹോൾ ഉള്ള ഫുട്ട്, ബ്ലൈൻഡ് ഹം ഫുട്ടുണ്ട്, സിപ്പർ ഫുട്ടുകളുണ്ട്, റൗണ്ട് ഹെമ്മർ ഫുട്ട്, ബോബിൻസുകളുണ്ട്, പിന്നെ സീം റിപ്പർ, ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ട്. ഇത്രയും സാധനം നമുക്ക് ഇതിലൂടെ